അർജന്റീനയ്ക്ക് 2 ലോകകപ്പുകൾ നിഷേധിച്ചിട്ടുള്ള ടീം. അതും 1990-ൽ ഡീഗോ മറഡോണയുടെ അർജന്റീനയും 2014-ൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയും ഫൈനലിൽ വീഴ്ത്തി നേടിയ കിരീടങ്ങൾ. 5 തവണ ലോകകപ്പ് നേടിയിട്ടുള്ള ബ്രസീലിനെ സ്വന്തം നാട്ടിൽ 7-1 നാണം കെടുത്തി വിട്ടവർ. 1954-ലും 1974-ലും അടക്കം നേടിയ 4 കിരീടങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് നേടിയിട്ടുള്ള യൂറോപ്യൻ ടീമാണെങ്കിലും പ്രവചനാതീതമാണ് ജർമ്മനിയുടെ അവസ്ഥ. ആക്രമണ ഫുട്ബോളാണ് എക്കാലത്തും അവരുടെ മുഖമുദ്ര. എതിരാളികളുടെ ഗോൾ മുഖത്ത് നാശം വിതയ്ക്കുന്ന ഗെർഡ് മുള്ളറിനെയും ലോദർ മത്തിയേസിനെയും യൂർഗൻ ക്ലിൻസ്മാനെയും മിറോസ്ലാവ് ക്ലോസയെയും പോലുള്ള കളിക്കാരെ സംഭാവന ചെയ്തിട്ടുള്ള ജർമ്മനി ഏത് ലോകകപ്പിലും ഫേവറേറ്റ്സ് ആണ്. ഇക്കുറിയും അത് അങ്ങനെ തന്നെയാണ്. ഗോൾ അടിച്ചു തുടങ്ങിയാൽ പിന്നെ യാതൊരു ദയയുമില്ലാതെ എതിരാളികളുടെ വല നിറയ്ക്കുന്ന സ്വഭാവമുണ്ട് ജർമ്മനിക്ക്. എന്നാൽ ഏത് ടീമിനു മുന്നിലും തോറ്റുപോകാനുള്ള സാധ്യതയും തങ്ങൾക്കുണ്ടെന്ന് കഴിഞ്ഞ 2 ലോകകപ്പിലും ജർമ്മനി തെളിയിച്ചിട്ടുണ്ട്. 2014-ൽ മാരക്കാനയിൽ കപ്പുയർത്തിയ ടീം 2018-ലും 2022-ലും 1-ാം റൗണ്ട് പോലും കാണാതെയാണ് പുറത്തായത്. 2018-ൽ ദക്ഷിണ കൊറിയയോടും മെക്സിക്കോയോടുമാണ് ജർമ്മനി 1-ാം റൗണ്ടിൽ തോറ്റത്. ഗ്രൂപ്പ് എഫിൽ 4-ാം സ്ഥാനക്കാരായാണ് ടീം പുറത്തേക്ക് പോയത്. ഗ്രൂപ്പിലെ 1-ാം സ്ഥാനക്കാരായ സ്വീഡനെ 2-1 ജർമ്മനി തോൽപ്പിച്ചിരുന്നു എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം. 2018-ൽ കൊറിയ ആയിരുന്നുവെങ്കിൽ 2022-ൽ ഏഷ്യൻ രാജ്യം തന്നെയായ ജപ്പാനാണ് ജർമ്മനിയുടെ കഥ കഴിച്ചത്. ഗ്രൂപ്പ് ഇയിൽ കോസ്റ്ററിക്കയെ 4-2 തകർത്താണ് ജർമ്മനി ലോകകപ്പ് തുടങ്ങിയത്. അടുത്ത മത്സരത്തിൽ സ്പെയിനിനോട് 1-1 സമനിലയിൽ പിരിഞ്ഞു. ഒടുവിൽ ജപ്പാനോട് 2-1 തോറ്റ് തുടർച്ചയായ 2-ാം ലോകകപ്പിലും 1-ാം റൗണ്ടിൽ തന്നെ പുറത്തായി. 2023-ലാണ് നാട്ടുകാരൻ തന്നെയായ ജൂലിയൻ നെഗൽസ്മാൻ ജർമ്മനിയുടെ പരിശീലനാകുന്നത്. ആക്രമണ ഫുട്ബോളിൽ നിന്ന് അണുവിട വിട്ടുകൊടുക്കാതെ നെഗൽസ്മാൻ 2024-ൽ ടീമിനെ യൂറോ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചു. സ്കോട്ട്ലാൻഡിനെ 5-1 തകർത്തുകൊണ്ട് തുടങ്ങിയ ടീം ജേതാക്കളായ സ്പെയിനിനോട് 2-1 തോറ്റാണ് ക്വാർട്ടറിൽ പുറത്തായത്. ജർമ്മനിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകനാണ് 38-കാരനായ നെഗൽസ്മാൻ. കോച്ചിനേക്കാൾ പ്രായം കൂടിയ പരിചയസമ്പന്നനായ ഗോൾ കീപ്പർ മാനുവൽ നൂയർ തന്റെ വിരമിക്കൽ പിൻവലിച്ച് ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ടെന്നതാണ് 2026 ജർമ്മൻ ലോകകപ്പ് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഒരു വലിയ പരീക്ഷണത്തിനാണ് നെഗൽസ്മാൻ ഇത്തവണ തുനിഞ്ഞിറങ്ങുന്നത്. അത്ര സന്തുലിതമായതോ കുറവുകളില്ലാത്തതുമായ ടീമൊന്നുമല്ല ജർമ്മനിയുടേത്. 35-കാരനായ ഒലിവർ ബോമാനും 40-കാരനായ മാനുവൽ നൂയറുമാണ് നിലവിലെ ജർമ്മൻ ടീമിലെ പ്രധാന ഗോൾ കീപ്പർമാർ. അലക്സാണ്ടർ നൂബലാണ് 3-ാം ഗോൾ കീപ്പർ. പ്രതിരോധത്തിൽ ജർമ്മനിയുടെ നട്ടല് സുരക്ഷിതമാണ്. ക്യാപ്റ്റൻ ജോഷുവ കിമ്മിച്ച് റൈറ്റ് ബാക്കിൽ കോട്ട കാക്കും. ജൊനാഥൻ ടാ, നിക്കോ സ്ലോട്ടർബാക്ക് എന്നിവർ സെന്റർ ബാക്കിൽ ഒന്നിച്ചാണ് നിരക്കും. അന്റോണിയോ റൂഡിഗർ ആണ് പ്രതിരോധത്തിലെ മറ്റൊരു പ്രധാനി. ലെഫ്റ്റ് ബാക്കായി ഡേവിഡ് റോം നിറഞ്ഞു കളിക്കും. ആൻഡൺ, നഥാനിയൽ ബ്രൗൺ, മാലിക് ഷാവ് എന്നിവരുമുണ്ട് പ്രതിരോധ നിരയിൽ. ഇനി മധ്യനിരയിലോട്ട് വന്നാൽ അലക്സാണ്ടർ പ്ലാവോവിച്ച്, ലയോൺ ഗൊരറ്റ്സ്ക എന്നിവരാണ് 2 നെടുന്തൂണുകൾ. 22-കാരനായ ഫ്ലോറിൻ വിറ്റ്സ് ആണ് മധ്യനിരയിലെ ക്രിയേറ്റീവ് തല. യൂറോ 2024-ലെ ക്വാർട്ടറിൽ സ്പെയിനെതിരെ കളി തീരാൻ 19 സെക്കൻഡ് ബാക്കി നിൽക്കെ ഇക്വലൈസർ നേടിയ വിറ്റ്സിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി വെക്കേണ്ടി വരും എതിരാളികൾ. പിന്നൊരാൾ 22-കാരനായ ജമാൽ മുസിയാലയാണ്. പരിക്കിൽ നിന്ന് പൂർണ്ണമോചിതനായി മുസിയാല കളിച്ചു തുടങ്ങുകയും ഈ മധ്യനിര കളി മെനയുകയും മുന്നേറ്റ നിരക്കാരെ ഫ്രീ ആയി കളിക്കാൻ അനുവദിക്കുകയും ചെയ്തു തുടങ്ങിയാൽ ജർമ്മനി മറ്റൊരു ലെവലിലേക്ക് ഉയരും. നദീം അമരി, പാസ്കൽ ഗ്രോസ്, ലെന്നറ്റ് കാൾ, ജെയ്മി ലിബല്ലിംഗ്, ഫെലിക്സ് മെച്ച, ലിറോയ് സനെ, ഏഞ്ചലോ സ്റ്റില്ലർ എന്നിങ്ങനെ ഒരു പിടി താരങ്ങളുണ്ട് മധ്യനിരയിൽ. ഇനി മുന്നേറ്റ നിരയുടെ കാര്യം. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ 5-ാം മിനിറ്റിൽ ഗോൾ അടിച്ച് PSG ഞെട്ടിച്ച ആഴ്സണൽ താരം കായ് ഹാവർട്സ് ഏത് പ്രതിരോധത്തിനെയും തുളച്ചു കയറും. നിക് വോൾട്ടർമെയ്ഡ് മറ്റൊരു കരുത്തുറ്റ കളിക്കാരനാണ്. ഡെന്നിസ് ഉണ്ടാവ്, മാക്സ്മിലിയൻ ബയർ എന്നീ പകരക്കാരും മുന്നേറ്റ നിരയിലുണ്ട്. ജർമ്മൻ ടീം ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ ഇത്തവണ വല്ലാതെ പണിപ്പെടേണ്ടിയൊന്നും വരില്ല. ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന കുറഗാവോ ആണ് ഗ്രൂപ്പ് ഇയിൽ ജൂൺ 14-ന് ജർമ്മനിയുടെ എതിരാളികൾ. ജൂൺ 20-ന് ഐവറി കോസ്റ്റിനെതിരെയും 25-ന് ഇക്വഡോറിനുമെതിരെയുമാണ് മറ്റ് 2 മത്സരങ്ങൾ. ഒന്ന് ഉറപ്പിച്ച് പറയാം, 2018-ലും 2022-ലും പുറത്തായ ജർമ്മനിയല്ല നെഗൽസ്മാന്റെ ജർമ്മനി. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെയും യൂറോ കപ്പിലെയും പ്രകടനം അതാണ് പറയുന്നത്. ജർമ്മനി ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ കപ്പും കൂടെ പോരും. പഴയ പ്രതാപകാലത്തേക്ക് തിരികെ പോകാനുള്ള എല്ലാ അവസരവും അവർക്ക് മുന്നിൽ തുറന്നിട്ടിട്ടുണ്ട്. US, മെക്സിക്കോ, കാനഡ ലോകകപ്പ്.